ഈശ്വമിച്ചിട്ട് ഹല്ലേലൂയ മരിയാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിസ്മസൊക്കെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തുല്ലോ, അഡ്വൻസ് സ്റ്റാർട്ട് ചെയ്തു, അതായത് നോമ്പ് കാലം സ്റ്റാർട്ട് ചെയ്തു, ആഗമനക്കാലം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മംഗളവാർത്തക്കാലം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ മാഗി എന്ന് പറഞ്ഞിട്ട്, അതായത് രാജാക്കന്മാർ വന്ന് കണ്ടു നമ്മുടെ കത്തോലിക്ക ട്രഡീഷൻസ് ഉണ്ട്. പക്ഷെ ബൈബിളിൽ മാഗി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പുരോഹിതന്മാർ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ പറയുന്ന പ്രകാരം ജ്ഞാനികൾ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മത്തയുവിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ മാഗി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരോഹിതന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ എന്നൊക്കെയാണ് കൃത്യമായിട്ട് അർത്ഥമാക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം അത് രാജാക്കന്മാർ എന്നാണ് ആ ട്രഡീഷൻ പ്രകാരം പറയുന്നത്. ഇത് നമ്മൾ കോൺട്രഡിക്ഷൻ ആയിട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാവുക. പക്ഷെ ഇത് കോൺട്രഡിക്ഷൻ അല്ല, മോർ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. മാഗി എന്ന് പറയുന്നത് പേർഷ്യയിലെ ഈ പുരോഹിതന്മാരെയാണ് മാഗി എന്ന് വിളിക്കുന്നത്. അവർ ആസ്ട്രോളജേഴ്സായിരുന്നു, സ്കോളർമാരായിരുന്നു, അങ്ങനത്തെ ഈ ജ്യോതിഷമൊക്കെ നോക്കുന്ന ആളുകളായിരുന്നു മാഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം ഒരു രാജാവ് പേർഷ്യയിൽ നിന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം ആ പുരോഹിതന് രാജാവായിട്ടാണ് കത്തോലിക്ക ട്രഡീഷൻ കാണുന്നത്. കാരണം അത്ര പവർഫുള്ളാണ്. ഈ രാജാവ് എന്ന് പറഞ്ഞത് കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം വളരെ അതോറിറ്റി ഉള്ള പവർഫുള്ളായിട്ടുള്ള ആളെയാണ് രാജാവ് എന്ന് കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം പറയുന്നത്. അപ്പോൾ മാഗി എന്ന് പറയുന്ന ആൾ എന്ന് പറയുമ്പോൾ കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം രാജാവ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരിക്കലും തെറ്റില്ല. അത് മോർ എന്താ പറയുക, ഡീറ്റെയിലിംഗ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ഒരു രാജാവ് ഏഷ്യയിൽ നിന്ന്, പിന്നത്തെ ഒരു രാജാവ് എത്യോപ്യയിൽ നിന്ന്, അങ്ങനെ 3 രാജാക്കന്മാർ ഒന്നൊന്ന് എന്നാണ് പറയുന്നത് കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം. പക്ഷേ ഈ പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആ പുരോഹിതൻ്റെ വേറെയും പുരോഹിതൻ വന്നുകൂടായിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞിട്ടില്ല. മാഗീസ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ബൈബിൾ പ്രകാരം ഒരിക്കലും കോൺട്രഡിക്ഷൻ അല്ല. ഇത് മോർ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കത്തോലിക്ക ട്രഡീഷൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കത്തോലിക്ക ട്രഡീഷൻ പ്രകാരം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ വാക്യങ്ങൾ ഇവിടെ പൂർത്തിയായി എന്നുള്ള രീതിയിലാണ് കത്തോലിക്ക ട്രഡീഷൻ ഇവിടെ അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആർക്കും വിഷമം തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഈ കൊണ്ടുവന്നിട്ടുള്ള ഓരോ ഗിഫ്റ്റും ഓരോന്ന് സിംബലൈസേഷൻ ചെയ്യുന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈശോ നമുക്ക് ആരാധിക്കുക, സ്നേഹിക്കാം, പത്ര അനുസരണത്തോടെയും കുർബാനയോടെയും. ഹല്ലേലൂയ, ആമേൻ.